അടുക്കള മാലിന്യത്തിൽ നിന്നും പൂച്ചെടികൾക്ക് ജൈവവളം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ കൊണ്ട് പൂച്ചെടികൾക്ക് ജൈവവളം ഉണ്ടാക്കാം. പഴത്തിന്റെ തൊലി ചെറുതായിട്ട് അരിഞ്ഞത്, ഉള്ളിയുടെ തോല്, ചായത്തൊണ്ട് എന്ന് പറഞ്ഞാൽ ചായ ഒഴിച്ചിട്ട് ബാക്കി വരുന്നതിന് ഉണക്കിയെടുത്ത് വെച്ചേക്കുന്നത്. ഇത് തേയിലയുടെ കൊത്ത്, ഇത് മുട്ടയുടെ പൊടിച്ചത്, മുട്ട തോട് പൊടിച്ചത്. 2 ദിവസം പഴക്കമുള്ള പുളിച്ച കഞ്ഞിയാണ് അരിച്ചു വെച്ചിട്ടുണ്ട്. പഴത്തൊലി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. പഴത്തൊലിയിൽ പൂക്കൾ കൂടുതൽ വിരിയാൻ സഹായിക്കും. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. ഉള്ളിത്തോട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ആന്റി ഓക്സിഡന്റും പൊട്ടാസ്യവും ഫൈബറും അടങ്ങിയിട്ടുണ്ട്. വേര് വളർച്ചയ്ക്കും പൂക്കൾക്കും സഹായിക്കും. ഉപയോഗിച്ച ചായത്തണ്ട് ആണ് ഉപയോഗിക്കുന്നത്. ഇലകൾ പച്ചയോടെ വളരും. നൈട്രജൻ കണ്ടന്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. മുട്ടത്തോട് കഴുകി ഉണക്കി പൊടിച്ചതാണ്. കാൽസ്യം കണ്ടന്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. വേര് ശക്തിയായിട്ട് ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നു. ഇനി ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് പഴത്തിന്റെ തൊലിയും ഉള്ളിയുടെ തോല്, 2 സ്പൂണ് തേയിലക്കൊത്ത്, 2 സ്പൂണ് മുട്ടയുടെ തോല്, ഇത് ഇത്രയും പുളിച്ച കഞ്ഞിവെള്ളത്തിൽ 2 ദിവസം ഇട്ട് വെക്കണം. അതിനുശേഷം അരിച്ചെടുത്ത് നമുക്ക് 5 ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ മൂട്ടിലെ മണ്ണ് മാറ്റി ഇത് ഒഴിച്ചു കൊടുക്കണം. ഇനി വേറൊരു രീതി എന്ന് പറയുന്നത് ഇതെല്ലാം മിക്സിയിലിട്ട് അടിക്കുക. മിക്സി അടിച്ചതിന് ശേഷം നമ്മുടെ പുളിച്ച കഞ്ഞിവെള്ളത്തിൽ ഒഴിച്ചതിന് ശേഷം 2 ദിവസം വെച്ച് ഇതും 5 ഇരട്ടി വെള്ളം ചേർത്ത് നമ്മുടെ ചെടികൾക്ക് വീട്ടിൽ കൊടുക്കുക. ഇതാണ് അടുത്ത രീതി. നമുക്ക് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ പുറത്തുനിന്നും പൈസ കൊടുത്ത് വാങ്ങാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ പൂച്ചെടികൾക്ക് വളം നിർമ്മിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക്, കമന്റ്, ഷെയർ. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.